സാധാരണ ഞാൻ എപ്പോഴും മധുരം ഉള്ള റെസിപ്പീസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് മീഡിയം മധുരം എന്നുള്ളത്. ഇത് മീഡിയം മധുരമല്ല, ആവശ്യത്തിന് മധുരമുള്ളതാണ്. എന്താണെന്ന് വെച്ചാല് ആവശ്യത്തിന് മധുരം ചേർത്താലേ നമ്മുടെ അവലോസ് ഉണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മീഡിയം മധുരത്തിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, നമ്മൾ കുറെ ബലം പിടിക്കേണ്ടി വരും. അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആവില്ല അവലോസ് ഉണ്ട. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാനിയുടെ പാകം വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. അതിൽ വ്യത്യാസം വരരുത്. ശർക്കര പാനിയാക്കി മാത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിലും അവലോസ് ഉണ്ട ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവലോസ് പൊടിയും അവലോസ് ഉണ്ടയും റെഡിയാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. നമുക്ക് എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ അവലോസ് പൊടിയും അവലോസ് ഉണ്ടയും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ 4 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം 1 മണിക്കൂറായി ഞാൻ ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നു ഈ സ്ട്രെയിനറിലേക്ക്. അപ്പോൾ വെള്ളം പോയിട്ടാണ് നമ്മൾ അരി പൊടിച്ചെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അരി അരഞ്ഞതുപോലെ ആവുള്ളൂ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ മുന്നേ എടുത്ത് മാറ്റി വയ്ക്കുക. 2 കപ്പ് അരിക്ക് ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 1 ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന ശർക്കരയായിരുന്നു, അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, ഏലക്ക. അപ്പോൾ അവലോസ് പൊടി മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏലക്കയും ശർക്കരയും ഒഴിവാക്കാം. നമുക്ക് ജീരകവും തേങ്ങയും മാത്രം മതി അരിയുടെ കൂടെ ചേർക്കാനായിട്ട്. ഞാൻ അവലോസ് ഉണ്ടയും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ശർക്കരയും ഏലക്കയും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അവലോസ് പൊടി വാങ്ങിക്കാൻ കിട്ടുമ്പോൾ എള്ള് ചേർക്കാറുണ്ട് പല ആളുകളും. പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എള്ള് ചേർക്കാറില്ല. അപ്പോൾ ഞാൻ ആ ട്രഡീഷണൽ ആയിട്ട് പണ്ടത്തെ രീതിയിൽ തന്നെ എള്ള് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അരി പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടിയുടെ പാകത്തിൽ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് അരി പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ എള്ള് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എള്ള് ചേർത്ത അവലോസ് പൊടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എള്ള് ചേർക്കാം. ഞാൻ ട്രഡീഷണൽ ആയിട്ട് ഇവിടെ ചെയ്തിരുന്ന രീതി തന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് ഈ അരി പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചു വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ അരി തെറിച്ചു വരും. അപ്പം അത് നമ്മളൊന്ന് തട്ടി താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പൊടിക്കുക, അങ്ങനെ പൊടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ അടപ്പിൻ്റെ ഉള്ളിലേക്കും വരും. ഈ ഒരു പോർഷനിലും അരി തെറിച്ചു വരും. അതെപ്പോഴും നമ്മൾ ഇളക്കി താഴേക്കാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് അടച്ചു വെക്കാൻ പറ്റിയൊരു പാത്രം എന്നുള്ള രീതിയിൽ ഒരു ഉരുളിയിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ പുട്ടുപൊടിയുടെ ഭാഗത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ട്, നൈസായിട്ടുള്ള തരി, അധികം തരിയല്ല. പുട്ടുപൊടി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ബാക്കിയുള്ള അരി ഞാനിപ്പോൾ പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ അരി മുഴുവൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി ജീരകം ചേർക്കാം. ജീരകം ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അവലോസ് ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഇനി ജീരകം ചേർക്കില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജീരകം ചേർക്കാതെ പൊടി വറുത്തെടുക്കുകയാണെങ്കിൽ അവലോസ് ഉണ്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജീരകം പൊടിച്ച് ചേർക്കണം. ഇതിലേക്ക് നമുക്ക് അവലോസ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, നല്ല പച്ച തേങ്ങ കിട്ടുകയാണെങ്കിൽ പച്ചത്തേങ്ങ തന്നെ എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചത്തേങ്ങ ആകുമ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ആകുമ്പോൾ വളരെ ടേസ്റ്റ് കൂടുതലാണ് ഉണക്കത്തേങ്ങയേക്കാൾ. അപ്പോൾ നമുക്ക് 2 കൈ ഉപയോഗിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങയിലുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെ നനവ് കൊണ്ട് നന്നായിട്ട് ഈ പൊടി മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ കട്ട ഉടച്ചെടുക്കാം. ഇപ്പോൾ ആദ്യം ഇതുപോലെ തിരുമ്മിയെടുക്കുക, നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ എള്ള് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീരകം ചേർത്തതുപോലെ തന്നെ 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർക്കാം. 2 കപ്പ് പൊടിയാവുമ്പോൾ 2 കപ്പ് അരിയാവുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ജോലിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും എല്ലാം ചേർന്ന് നന്നായി മിക്സായി വരണം. അത്രയും സമയം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പച്ചത്തേങ്ങയാണെങ്കിൽ അധികം സമയം എടുക്കില്ല, വേഗം തന്നെ മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ പൊടി ഇത് കണ്ടോ നനഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ് പൊടി നനയുക എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് തിരുമ്മി കട്ട ഉടച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത്രയും എടുക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഉത്സവം ആയതുകൊണ്ട് കുറച്ച് പലഹാരങ്ങൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ്.
അത് അങ്ങനെ ശീലമായി പോയതുകൊണ്ട് കുറച്ചുണ്ടാക്കുന്നു എന്നേ ഉള്ളൂ, അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. ഗസ്റ്റുകൾ എല്ലാവരും വൈകുന്നേരം എത്തുള്ളൂ, എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എത്തുമ്പോൾ വൈകിട്ടാവും. അപ്പോൾ പിന്നെ ജസ്റ്റ് ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു നാടൻ പലഹാരം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. അവലോസ് പൊടിയും അവലോസ് ഉണ്ടയും ഉണ്ണിയപ്പമൊക്കെ സാധാരണ നമ്മളിങ്ങനെ ഉത്സവത്തിനും ഓണത്തിനുമാണ് ഇവിടെ അവലോസ് പൊടി അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിയപ്പവും ഉത്സവത്തിനും ഓണത്തിനും ഉണ്ടാക്കുകയുള്ളൂ. വിഷുവിന് അധികം പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. പണ്ട് കാലത്ത് ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസമായിരുന്നു, എല്ലാവരും കൂടി അവലോസ് പൊടി. അപ്പോൾ ഇത് ചെറിയ ഇത്രയും കുഞ്ഞു ക്വാണ്ടിറ്റി ഒന്നല്ല, വളരെ കൂടിയ ക്വാണ്ടിറ്റിയാണ്. വലിയ ഉരുളിയിലൊക്കെയാണ് അവലോസ് പൊടിയൊക്കെ വറുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും ഉണ്ടാക്കി വയ്ക്കാനും ആർക്കും വയ്യ, അത്ര ആളുകളില്ല, എല്ലാവരും ചെറിയ ചെറിയ കുടുംബങ്ങളായി പിരിഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ കുറവാണ്, പിന്നെ കഴിക്കാനും അധികം ആൾക്കാരില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും, കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യമുള്ള റെസിപ്പിയൊന്നും അല്ല ഇതൊന്നും. നമ്മുടെയൊക്കെ ആ ഒരു ഓർമ്മ പുതുക്കുക എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും ഉത്സവമാകുമ്പോൾ ചെയ്യുന്നു എന്ന് മാത്രം. എനിക്ക് അവലോസ് ഉണ്ടയേക്കാൾ അവലോസ് പൊടിയാണ് ഇഷ്ടം. ഞാലിപ്പൂവൻ പഴവും അവലോസ് പൊടിയാണ് എൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. പക്ഷെ എല്ലാവരും പഞ്ചസാര ചേർത്തിട്ടാണ് ഇവിടെ കഴിക്കാറ്, അല്ലെങ്കിൽ ചായ ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാലിപ്പൂവൻ പഴം മാത്രം ചേർത്തിട്ട് കഴിക്കാറുള്ളൂ. അതുപോലെ നമ്മൾ മാക്സിമം കട്ട ഉടച്ചെടുക്കുക കേട്ടോ. കുറച്ചധികം കട്ടകൾ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുമ്മി യോജിപ്പിച്ചെടുത്തതുകൊണ്ടാണ് കൂടുതൽ കട്ടകളുള്ളത്. ഇവിടെ അമ്പലത്തിൽ നാരായണീയം വായിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഈ കാണുന്നത്. ക്രിസ്മസ് ആയിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുക്കിംഗ് വേറെ ഒന്നുമില്ല, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. എന്തായാലും ഉത്സവം തീരുന്ന അന്നാണ് ഗസ്റ്റൊക്കെ വരിക. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നേ റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ജീരകത്തിൻ്റെ സ്മെല്ല് വരും കേട്ടോ. നല്ല രസമാണ്. ആ ഒരു എന്താ പറയുക, ഞാൻ ഇത് എൻജോയ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം ജീരകത്തിൻ്റെ ആ ഒരു മണമൊക്കെ നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൂടി മിക്സായി കഴിയുമ്പോൾ. ഇത് പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ അച്ചാച്ചൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു, 2-3 അമ്മൂമ്മമാരും ചിറ്റമാരും എല്ലാവരും ചേർന്നിട്ട് ഒരു അവലോസ് പൊടി വറുക്കലും അതുപോലെ തന്നെ അവലോസ് ഉണ്ട ഉണ്ടാക്കലും അതൊരു നല്ല രസമുള്ള കാലമായിരുന്നു. നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലം. ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കട്ടയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് തിരുമ്മി മിക്സ് ചെയ്ത് എടുത്തതാണിപ്പോൾ ഇത്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വരെ വയ്ക്കാം. ഇതിങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ അവലോസ് പൊടി വറുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശർക്കര പാനിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പൊടി വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവലോസ് പൊടിയുടെ മിക്സ് നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവലോസ് പൊടി വറുത്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ മിക്സ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ അതിൽ കട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു ഉരുളിയിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നമ്മൾ അവലോസ് പൊടി വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ പൊടി വറുത്ത് തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവലോസ് പൊടിക്ക് നമ്മളെപ്പോഴും ഒരേപോലെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും വേണമെങ്കിൽ ഈ ഒരു അവലോസ് പൊടി വറുത്തെടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഓടിൻ്റെ ഉരുളിയിൽ വറുത്തെടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റിയ വലിയ പാത്രങ്ങളിൽ ഏതിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് അവലോസ് പൊടി വറുത്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്ഷമ വേണം എന്ന് മാത്രം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പതുക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോൾ അധികം സമയം എടുക്കില്ല, എങ്കിലും ഒരു 20-25 മിനിറ്റെങ്കിലും എടുക്കും കറക്റ്റായിട്ട് അവലോസ് പൊടിയുടെ പാകമായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, മീഡിയം ഫ്ലെയിം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ് ആകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പൊടി ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു മണമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് എടുത്താലേ കറക്റ്റായിട്ട് ആയി വരുള്ളൂ, അവലോസ് പൊടിയുടെ പാകമായി വരുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്, ലൈറ്റായിട്ട് മാത്രം. നമ്മൾ ആദ്യമേ ചേർത്ത പൊടിയുടെ കളറല്ല ഇപ്പോൾ. എല്ലാ സൈഡും ഒരുപോലെ ചേർത്തിളക്കുക.
ഒരു 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ പൊടി വേഗം തന്നെ കളർ ചേഞ്ച് ആയി തുടങ്ങും. പിന്നീട് അധികം കളർ ചേഞ്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവലോസ് പൊടിയുടെ പാകം തെറ്റിപ്പോവും. നമ്മുടെ പൊടി മൊരിയുന്നതനുസരിച്ച് സൗണ്ടിൽ വ്യത്യാസം വരും. ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് വീണ്ടും ഞാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അവലോസ് പൊടിയുടെ കളറ് വീണ്ടും മാറി കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക, വേഗം തന്നെ ഗോൾഡൻ ഷെയ്ഡ് ആവും. അപ്പോൾ ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഉരുളിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള ഉരുളിയിൽ ഇരുന്നുണ്ടെങ്കിൽ കളറ് വേഗം ചേഞ്ച് ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാനുള്ള പാത്രങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് അവലോസ് പൊടി വറുത്തെടുക്കുമ്പോൾ. സൗണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവലോസ് പൊടി പാകമായിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ കളറും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 22 മിനിറ്റായി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഉരുളിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് അവലോസ് പൊടി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കിയ ഉരുളി ഒന്ന് കഴുകിയതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ ശർക്കരപ്പാനി ഇനി ഒരു നൂൽ പരുവം ആകുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു നൂൽ പരുവം, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലോസ് പൊടി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അവലോസ് പൊടി നമ്മൾ വറുത്തതെടുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവലോസ് പൊടി ചെറിയ കട്ടകൾ ഉണ്ടാവും. നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്താലും എത്ര തരിയില്ലാതെ മിക്സ് ചെയ്തെടുത്താലും ചെറിയ കട്ടകൾ ഉണ്ടാവും. ആ കട്ടകളൊന്നും ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത്. ഫൈനായിട്ട് പൗഡർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. 1 സ്ട്രിങ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ചൂട് കുറഞ്ഞ ശർക്കരപ്പാനി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ടോ, ഇതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഏലക്കയുടെ തൊലി വീഴാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ അരിച്ച് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലോസ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ പൊടി ഇടരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഞാൻ ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചെടുത്തത്, ഒന്ന് വിപ്പ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ ലൂസായിട്ട് ഇരിക്കരുത് ശർക്കരപ്പാനിയിൽ. ഇനിയും നമ്മൾ പൊടി ചേർക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ പൊടി ചേർക്കുകയാണ്, നമ്മുടെ അവലോസ് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയുടെ ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് ബലം കൂടിയ അവലോസുണ്ട ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ തന്നെ ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയ ചൂട്, നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഉരുട്ടി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ അവലോസ് ഉണ്ടയുടെ മിക്സ് ചൂട് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ടയാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ചെറിയ ചൂടോടെ ഇതുപോലെ പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ ആവുമ്പോഴാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കൊള്ളുന്ന രീതിയിൽ ചെറിയ ഉണ്ടയാണ് റെഡിയാക്കുന്നത്, അധികം വലിപ്പമുള്ള അവലോസ് ഉണ്ടയല്ല. അപ്പോൾ ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ഉരുളി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഉരുട്ടി വരുമ്പോൾ സമയം വൈകുന്നതനുസരിച്ച് ചൂട് കുറയും. അപ്പോൾ അങ്ങനെ ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാനൊരു അവലോസ് ഉണ്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവലോസ് പൊടി ഉണ്ട് കുറച്ച്, അതിലേക്ക് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, അവലോസ് ഉണ്ട റെഡിയായി. അടുത്ത ഉണ്ടയും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്താലും മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവലോസ് ഉണ്ടയുടെ മിക്സിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ ആയിട്ട് ഉണ്ടകളൊക്കെ ഉരുട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അവലോസ് ഉണ്ട റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അവലോസ് ഉണ്ട മുഴുവൻ ഞാൻ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഈ അവലോസ് ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് വേഗത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ശർക്കരപ്പാനിയുടെ ആ ഒരു പിടുത്തം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച്
മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ അവലോസ് ഉണ്ട ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും അവലോസ് ഉണ്ട ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ അവലോസ് പൊടിയുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.